എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അടിപൊളി പാത്വേസിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഇത് പല ആൾക്കാർക്കും അറിയാത്ത ഒരു പാത്വേ ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഫെഡറൽ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് വിസ ഭയങ്കരമായിട്ട് പോപ്പുലറായി. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് വിസയുടെ ഒരു മിനി വേർഷൻ നമുക്ക് പറയാം. അപ്പം എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് മിനിമം റിക്വയർമെന്റ്സ് വേണ്ടത്, എന്താണ് സംഭവം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളായിട്ട് വേണ്ടി വന്നത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, മിനിമം റിക്വയർമെന്റ്സ്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മിനിമം റിക്വയർമെന്റ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒട്ടും തന്നെ സമയം കണ്ട വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട PNB ആണ്. ഇതിന്റെ അണ്ടറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഗ്രാജുവേറ്റ്സ് എന്റർപ്രണർ സ്ട്രീം, അതാണ് ഈ ഒരു പാത്വേയുടെ പേരെന്ന് പറയുന്നത്. ഇപ്പം ഇതിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കാനഡ PR കിട്ടുന്ന ഒരു പാത്വേ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മിനി വേർഷൻ ആണ് നമ്മുടെ മറ്റേ സ്റ്റാർട്ടപ്പ് വിസ, ഫെഡറൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റാർട്ടപ്പ് വിസയുടെ ഒരു മിനി വേർഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് ഇവർ പറഞ്ഞേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം റിക്വയർമെന്റ്സ്, അതായത് അർബൻ ഏരിയയുടെ, അതായത് അർബൻ ഏരിയ ഔട്ട്സൈഡ് ആണെങ്കിൽ $50,000 ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയും അതല്ല, നിങ്ങൾ അർബൻ ഏരിയയുടെ ഉള്ളിലാണെങ്കിൽ $10,000 ആണ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിനിമം റിക്വയർമെന്റ് ആണ് ഉള്ളത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തുള്ള ബാക്കി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മിനിമം ആണ് വേണ്ടത്. അപ്പം അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതായത് നമുക്കൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേണം, ബിസിനസ് ആകുമ്പോഴത്തേന് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇതിനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അത് ഫസ്റ്റ് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് 6 മാസമോ അതിനെക്കാട്ടിലും കൂടുതലോ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കാനഡയുടെ ഉള്ളിലോ കാനഡയുടെ പുറത്തോ ആയിരിക്കണം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഏത് ഫീൽഡിലാണ് വർക്ക് എക്സ്പീരിയൻസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുകിൽ നിങ്ങൾ ബിസിനസ് എന്റർപ്രണർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് പൊസിഷനിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട PNB ഫോറിൻ ഗ്രാജുവേറ്റ് എന്റർപ്രണർ സ്ട്രീമാണ്. അതുകൊണ്ടിട്ട് നിങ്ങൾ കാനഡയ്ക്ക് ഉള്ളിൽ പഠിച്ച ആളാണെങ്കിൽ പറ്റത്തില്ല, കാനഡ പുറത്തത് ഫോറിൻ എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട PNB ഫോറിൻ ഗ്രാജുവേറ്റ് എന്റർപ്രണർ സ്ട്രീമാണ്. അതുകൊണ്ട് ഫോറിൻ ഗ്രാജുവേറ്റിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. നിങ്ങളിപ്പം കാനഡയുടെ ഉള്ളിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങൾ വേറെ കൺട്രിയിൽ എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ടുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. നിങ്ങൾ സെക്കൻഡറി, അതായത് പോസ്റ്റ് സെക്കൻഡറി ഗ്രാജുവേറ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്താൽ മതിയെന്നാണ് ഇവർ പറയണത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് പ്ലാൻ പ്രപ്പോസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടത്, പിന്നെ അതിന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു ബിസിനസ് പ്ലാനും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കണം. പിന്നെ വന്നിരിക്കുന്ന നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ക്രൈറ്റീരിയ ആണ്. ലാംഗ്വേജ് ഭയങ്കര കുറവ് മതി, CLB 5 മതി. 2 ടെസ്റ്റ് കൺസിഡർ ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റും എടുക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ചും എടുക്കാം. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എടുക്കുന്നെങ്കിൽ 2 IELTS സെൽഫ് എടുക്കാം. പിന്നെ നിങ്ങൾ ഫ്രഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് തക്കിയുള്ള 2 ടെസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ എടുക്കാം. പിന്നെ CLB 5 ആണ് വേണ്ടത് മറ്റേ നമ്മുടെ ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിലും. പിന്നെ വേണ്ടത് NCLC 5 ആണ് വേണ്ടത് ഫ്രഞ്ച് എടുക്കുവാണെങ്കിൽ. അപ്പൊ ലാംഗ്വേജ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവ് മതി ഈ ഒരു പാത്വേയിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു PPT പ്രസന്റേഷൻ ചെയ്യണം ഇവരുടെ മുമ്പിലും. നമുക്ക് അപ്രൂവൽ കിട്ടുകയാണെങ്കിലും അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള PPT പ്രസന്റേഷൻ ആണ് ചെയ്യേണ്ടത്. ആറാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ്മെന്റ് ആണ്, മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവർ പറയുന്നത്. ബാക്കിയുള്ള സ്റ്റാർട്ടപ്പ് വിസയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ലോ ആണ്. അതായത് $50,000 ആണ് വരുന്നത് ഔട്ട്സൈഡ് അർബൻ ഏരിയ ആണെങ്കിൽ. ഇൻസൈഡ് അർബൻ ഏരിയ ആണെങ്കിൽ 10,000 ആണ് വരുന്നത്. കാരണം ഈ ഒരു പ്രോസസ്സിലൂടെ, അതായത് ഈ ഒരു സ്ട്രീമിലൂടെ ഈ ആൽബർട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആൽബർട്ടിൽ കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം, കുറച്ചും കൂടി ഡെവലപ്പ് ആക്കുക എന്ന ഉള്ള ഒരു എയിമോട് കൂടിയാണ് കാശുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് PR കിട്ടും, അവിടെ നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാം എന്ന ഉള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏഴാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏജൻസിയിൽ നിങ്ങൾ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം. നമ്മുടെ എക്സ്പ്രസ് എൻട്രിക്ക് അപ്ലൈ ചെയ്യുന്ന മാതിരി നമ്മുടെ പൂളിലേക്ക് നമ്മൾ എൻട്രി ആവും. അതിനുശേഷം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ് പ്ലാൻ സബ്മിറ്റ് ചെയ്യണം, നമ്മുടെ PPT സബ്മിറ്റ് ചെയ്യണം. അവർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെസിഗ്നേറ്റ്, അതായത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഏജൻസീസിന് അവർ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡെസിഗ്നേറ്റ് ഏജൻസീസിൽ നിന്ന് മാത്രമേ നമുക്ക് റെക്കമെൻഡേഷൻ കിട്ടുകയുള്ളൂ. കാരണം ഏജൻസീസിൽ നിന്ന് നമുക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അതായത് അവർ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ
അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാത്വേയിൽ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, നമ്മൾ ഇതിൽ ഫുൾഫിൽ ആണ്, ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് അവർ റെക്കമെൻഡേഷൻ ലെറ്റർ തരും. ആ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം ആൽബർട്ട PNB ഫോറിൻ ഗ്രാജുവേറ്റ് എന്റർപ്രണർ സ്ട്രീം എന്ന് പറയുന്നത് കാരണം കുറേ ആൾക്കാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെയുള്ള അത് മെൻഷൻ ചെയ്യാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.